നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഇത്തവണ പോളിംഗ് കുറഞ്ഞെങ്കിലും ആത്മവിശ്വാസത്തിൽ ഇടുക്കിയിലെ സ്ഥാനാർത്ഥികൾ. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച പോളിംഗ് നടന്നത് വിജയത്തെ സ്വാധീനിക്കുമെന്ന പ്രതീക്ഷയിൽ ഇടതുപക്ഷം. അതേസമയം കള്ളവോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ CPM ശ്രമിച്ചതായി കോൺഗ്രസ് ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ട് നടത്തിയിട്ടുണ്ടെന്ന് BJP ജില്ലാ നേതൃത്വം. കള്ളവോട്ട് എന്നത് CPM നാളുകളായി അനുവർത്തിച്ചു പോരുന്നതാണ്. ലോക്കൽ സെക്രട്ടറി തന്നെ കള്ളവോട്ടിൽ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ നിരവധി കള്ളവോട്ടുകൾ ജില്ലയിൽ നടന്നിട്ടുണ്ടെന്നും ആരോപണം. ബന്ധുവായ രോഗിക്ക് മരുന്ന് വാങ്ങി ഇരുചക്ര വാഹനത്തിൽ മടങ്ങി വരുന്ന വഴിയിൽ കാട്ടാനകളുടെ മുന്നിൽ അകപ്പെട്ടവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടത് വണ്ടിപ്പെരിയാർ സത്രം കോളനിയിൽ താമസക്കാരായ വർഗീസ്, അയ്യപ്പൻ എന്നിവർ. അടിമാലി കുരങ്ങാട്ടിയിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. മാങ്കുളം സുകുമാരൻ കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ NHM ഹോമിയോ ആശുപത്രിയിൽ ഇനിയും വൈദ്യുതിയില്ല. ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു. വൈദ്യുതി കണക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല, വയറിംഗ് ജോലികളും നടത്തിയിട്ടില്ല. വിശദമായ വാർത്തകളിലേക്ക്. ഇത്തവണ പോളിംഗ് കുറഞ്ഞെങ്കിലും ആത്മവിശ്വാസത്തിലാണ് ഇടുക്കിയിലെ സ്ഥാനാർത്ഥികൾ. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച പോളിംഗ് നടന്നത് വിജയത്തെ സ്വാധീനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. അതേസമയം കള്ളവോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ CPM ശ്രമിച്ചതായാണ് കോൺഗ്രസ് ആരോപണം. 66.53% വോട്ടുകളാണ് ഇടുക്കിയിൽ ഇത്തവണ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വൻ കുറവുണ്ടെങ്കിലും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ പോളിംഗ് വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. മറ്റ് നിയോജക മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഉടുമ്പൻചോല, കോതമംഗലം മണ്ഡലങ്ങളിൽ മികച്ച പോളിംഗ് നടന്നത് അനുകൂലമാകുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ വിലയിരുത്തൽ. ഇടത് കോട്ടകളായ തോട്ടം മേഖലയിൽ മികച്ച പോളിംഗ് നടന്നു. അതേസമയം സംസ്ഥാനത്ത് UDFന് മികച്ച വിജയം സമ്മാനിക്കുന്ന മണ്ഡലമാകും ഇടുക്കി എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമത്തിനിടെ പിടിയിലായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള CPM ശ്രമത്തിന്റെ ഉദാഹരണമാണെന്ന് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ആരോപിച്ചു. 100% UDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. 7 അസംബ്ലി നിയോജക മണ്ഡലത്തിലും നമ്മൾ വിജയിക്കും. 7 അസംബ്ലി മണ്ഡലത്തിലും ലീഡുണ്ടാവും. UDF തന്നെ ലീഡ് ചെയ്യും. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ഭേദപ്പെട്ട ഒരു ഭൂരിപക്ഷമായിരിക്കും UDFന് ലഭിക്കാൻ പോകുന്നത്. അഭിമാനിക്കത്തക്ക ഒരു വിജയമായിരിക്കും. 100% അത് തെളിയിക്കപ്പെട്ടു. CPM ആണ് പ്രതിയെന്നും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. CPMന്റെ ലോക്കൽ നേതാവ് ഇപ്പോൾ കള്ളവോട്ട് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. അപ്പോൾ അത് ആസൂത്രിതമായി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി ഭാരവാഹിത്വമുള്ള CPM നേതാക്കന്മാർ കള്ളവോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ആസൂത്രിതമായി ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെയാണ്. അത് വലിയ നാണക്കേടാണ്. അതിലുപരി ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയായിട്ട് കൂടി നമുക്ക് കാണാൻ കഴിയും. പലയിടത്തും, അതായത് രാജകുമാരി പഞ്ചായത്തിലും ഉടുമ്പൻചോല പഞ്ചായത്തിലും തമിഴ്നാട്ടിൽ നിന്നും വോട്ട് ചെയ്ത് ഇവിടെ വന്നെത്തിയ ആളുകളെ കണ്ടുപിടിക്കുകയുണ്ടായി. അവരെ രക്ഷപ്പെടാൻ പോലീസ് ഒത്താശ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു, പുതുപ്പള്ളിയിൽ, കരിമണ്ണൂരിൽ ഈ പറയപ്പെടുന്നത് പോലെ വോട്ട് ചെയ്തു പോയി എന്ന് മറുപടി ലഭിക്കുന്നു. അവസാനം യഥാർത്ഥ വോട്ടറുടെ ടെൻഡർ വോട്ട് ചെയ്യിപ്പിക്കുന്നു. മൂവാറ്റുപുഴയിലും അതുപോലെ തന്നെ 2 ഇടത്ത് സംഭവിക്കുന്നു. ഇത് ആസൂത്രിതമായി CPM ഒരു കള്ളവോട്ടിന് വേണ്ടി ഒരു ശ്രമം നടത്തി എന്നുള്ളത് വസ്തുതയാണ്. ചിലയിടത്ത് പിടിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ഈ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നുമുണ്ട്. ഈ കാര്യത്തിൽ CPM നേതൃത്വത്തിൻ്റെ പങ്ക് വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് അതിന്. ഒരു വശത്ത് ഇങ്ങനെയും മറ്റൊരു വശത്ത് അക്രമം കാണിച്ചും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് CPM നേതൃത്വം ശ്രമിച്ചിട്ടുള്ളത്. കുമളി ചക്കുപള്ളത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറി കള്ളവോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായിരുന്നു. കരിമണ്ണൂരിൽ 2ഉം രാജകുമാരിയിൽ 1 കള്ളവോട്ടും നടന്നതായി പരാതിയുണ്ട്. ചെമ്മണ്ണാറിലും ഖജനാപ്പാറയിലും ഇരട്ട വോട്ട് ചെയ്യാനുള്ള ശ്രമവും കണ്ടെത്തിയിരുന്നു. കുംഭപ്പാറയിൽ ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യാനും ശ്രമമുണ്ടായി. തോട്ടം മേഖലയിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായാണ് ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ട് നടത്തിയിട്ടുണ്ടെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ആരോപിച്ചു. കള്ളവോട്ട് എന്നത് CPM നാളുകളായി അനുവർത്തിച്ചു പോരുന്നതാണ്. ഇടുക്കിയിൽ കള്ളവോട്ട് ചെയ്യുന്നതിന് CPM പദ്ധതിയിട്ടിരുന്നു. ലോക്കൽ സെക്രട്ടറി തന്നെ കള്ളവോട്ടിൽ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ നിരവധി കള്ളവോട്ടുകൾ ജില്ലയിൽ നടന്നിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടന്നിട്ടുള്ളതെന്നും രതീഷ് വരകുമല കട്ടപ്പനയിൽ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ വ്യാപകമായിട്ട് കള്ളവോട്ടുകൾ ചെയ്തിട്ടുണ്ട്.
കള്ളവോട്ടുകൾ ചെയ്യുന്നതിന് വേണ്ടി അവരൊരു പദ്ധതി തന്നെ നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. കള്ളവോട്ടുകൾ ചെയ്യുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമൊന്നുമല്ല. കാലാകാലങ്ങളായി അവർ അനുവർത്തിച്ചു വരുന്നത് തന്നെയാണ്. പക്ഷേ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളൊക്കെ വന്നതിന് ശേഷം അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിലും ഇത്തവണ ഇടുക്കിയിൽ വ്യാപകമായ രീതിയിൽ കള്ളവോട്ടുകൾ ചെയ്യുന്നതിന് CPM പദ്ധതിയിട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരട്ട വോട്ട് വിവാദമുണ്ടായത്. 2 തവണയാണ് BJP ഉടുമ്പൻചോലയിൽ തമിഴ്നാട്ടിൽ വോട്ടുള്ള ആളുകൾ വീണ്ടും ഇവിടെ വോട്ട് ചെയ്യാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി കൊടുക്കുകയും ഇലക്ഷൻ കമ്മീഷൻ തന്നെ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തന്നെ നേരിട്ടെത്തി കള്ളവോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയോ പ്രവർത്തകരെ അവർ ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ചിന്തിക്കണം. ബന്ധുവായി രോഗിക്ക് മരുന്ന് വാങ്ങി ഇരുചക്ര വാഹനത്തിൽ മടങ്ങി വരുന്ന വഴിയിൽ കാട്ടാനകളുടെ മുന്നിലകപ്പെട്ടവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വണ്ടിപ്പെരിയാർ സത്രം കോളനിയിൽ താമസക്കാരായ വർഗീസ്, അയ്യപ്പൻ എന്നിവരാണ് രക്ഷപ്പെട്ടത്. വണ്ടിപ്പെരിയാർ സത്രം കോളനിയിൽ താമസക്കാരായ വർഗീസ്, അയ്യപ്പൻ എന്നിവരാണ് രക്ഷപ്പെട്ടത്. വണ്ടിപ്പെരിയാറിൽ നിന്ന് വർഗീസും സുഹൃത്തായ അയ്യപ്പനും ബൈക്കിൽ സത്രത്തിലെ വീട്ടിലേക്ക് മരുന്ന് വാങ്ങിയ ശേഷം മടങ്ങി വരികയായിരുന്നു. വണ്ടിപ്പെരിയാർ മൗണ്ടിനും ശബരിമലയ്ക്കും ഇടയിലായി കറുപ്പുസ്വാമി കോവിലിന് സമീപമുള്ള വളവിലാണ് ഇവർ കാട്ടാനയുടെയും കുഞ്ഞിന്റെയും മുന്നിൽപ്പെട്ടത്. കാട്ടാനയുടെ മുന്നിൽപ്പെട്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ 2 ആൾക്കും വീണ് പരിക്കേറ്റതായി കാട്ടാനയുടെ മുന്നിൽപ്പെട്ട വർഗീസ് പറഞ്ഞു. ശബരിമല മൗണ്ടിനും ശബരിമലയ്ക്ക് ഇടയ്ക്കും ഗജേന്ദ്രൻ്റെ വീടിൻ്റെ ഭാഗത്ത് സ്ഥലമായിട്ട് ഈ 4 കൊല്ലമായിട്ട് എപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലമായിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ ഒരു ടേണിങ് കറങ്ങി ഇങ്ങോട്ട് മാറുമ്പോൾ ആന വഴി നിൽക്കുമായിരുന്നു. ആനയും ഒരു കുഞ്ഞുണ്ടായിരുന്നു. അതിനെ പേടിച്ചിട്ട് എൻ്റെ കൂടെ വന്നവൻ അവനും ബൈക്കിട്ട് ചോടി ഞാൻ മേളിൽ ഓടിയപ്പോൾ എന്നെ ഓടിച്ചിട്ട് ആ റോഡ് നീളെ ഓടിച്ചിട്ട് കുഞ്ഞും അത് തള്ളയും കൂടി ഓടിച്ചിട്ട് അപ്പുറത്ത് ഒത്തിരി വശക്കാരായി. ഓടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെപ്രാളവും അതിൻ്റെ ഒച്ചയും കേൾക്കുമ്പോൾ ആകെ കൈയും കാലും തളർന്ന് അപ്പം തന്നെ ഞാൻ റോഡിൽ കൂടെ ഇങ്ങനെ ഇലഞ്ഞ് ഓടി അങ്ങോട്ട് മാറി ഒരു മുള്ളുവേലിക്കകത്ത് ചാടാൻ പോകുമ്പോൾ എൻ്റെ മുണ്ട് വലിച്ചു പിടിച്ചു. എൻ്റെ മുണ്ട് അതിന് കിട്ടിയപ്പോൾ പിന്നെ മുണ്ട് കീറാൻ തുടങ്ങി. അന്നേരം ഞാൻ പതുക്കെ ഇളഞ്ഞ് അപ്പുറത്ത് ചെറുതായിട്ട് അങ്ങോട്ട് മാറി പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങി. പക്ഷേ വശക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ടവും അവിടെ ആ സമയത്ത് ഒരു മരണത്തിൻ്റെ ഒരു വെപ്രാളം തന്നെ ഉണ്ടായിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷേ ഇത് ഇപ്പോൾ 4 വർഷ കാലമായിട്ട് ഈ മേഖലയിൽ ആനശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. ഇവരുടെ ഇരുചക്ര വാഹനത്തിനും ആനകൾ കേടുപാടുകൾ വരുത്തി. ഈ സമയം ഇതുവഴി കടന്നുപോയ സത്രം സ്വദേശി രഞ്ജിത്തിന്റെ മാരുതി കാറിനും കാട്ടാനകൾ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട്. സത്രത്തിന്റെ ഒരു ഭാഗം പെരിയാർ കടുവാ സങ്കേതവും മറുഭാഗം സ്വകാര്യ തോട്ടം ഭൂമിയുമാണ്. സ്വകാര്യ തോട്ടത്തിൽ ഈറ്റകളും മുളങ്കൂട്ടങ്ങളും വളർന്നു നിൽക്കുന്നുണ്ട്. ഇത് ഭക്ഷിക്കാനായിട്ടാണ് കാട്ടാനകൾ ഇവിടെ എത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. അടിമാലി കുരങ്ങാട്ടിയിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കുരങ്ങാട്ടി മുട്ടത്ത വിലാസിനിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടുപന്നി അകപ്പെട്ടത്. കിണറ്റിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കിണറ്റിൽ കാട്ടുപന്നി വീണ വിവരം തിരിച്ചറിയുന്നത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മച്ചിപ്ലാവിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പിന്നീട് അടിമാലിയിൽ നിന്നുള്ള RRT സംഘവും സ്ഥലത്തെത്തി കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്ന ശേഷം മറവ് ചെയ്തു. പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കുരങ്ങാട്ടി മേഖലയിൽ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ ടീച്ചറിന്റെ കിണറ്റിൽ കാട്ടുപന്നി വീണിരിക്കുന്നത്. ഇവിടെ ഒരു കൃഷിയും കർഷകർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കപ്പ എടുത്തില്ല, കപ്പ കൃഷി ഇവിടെ ഉപേക്ഷിച്ചു. വാഴ ചെയ്യാൻ പറ്റത്തില്ല. വാഴ പൊങ്ങി ഒരടി 2 അടിയൊക്കെ പൊക്കം വരുമ്പോൾ വാഴ മുഴുവൻ കുത്തി നശിപ്പിച്ച് കളയും. ഏലത്തിന്റെ ചുവട്ടിൽ വളമിടാൻ പറ്റത്തില്ല. ഒരു കൃഷിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്തെങ്കിലും തൈ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ, ഫലവൃക്ഷത്തൈ നട്ടു കഴിഞ്ഞാൽ അത് ചുവടെ കുത്തി മാന്തി പറിച്ച് കളയും. 100 കണക്കിന് കാട്ടുപന്നികൾ കൂട്ടത്തോടെയാണ് പറഞ്ഞത്. അത് ഒരു ദിവസം നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം വരെയുണ്ട്. രാത്രി നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാട്ടുപന്നി ചിലപ്പം നമ്മളെ കാട്ടുപന്നി കുത്തി മറിക്കും, അല്ലെങ്കിൽ വീടിനകത്തേക്ക് ഇടിച്ചു കയറും. ആ ഒരു അവസ്ഥയുണ്ട് കുരങ്ങാട്ടിയിൽ. വിലാസിനിയുടെ വീടിന് ഏതാനും മീറ്റർ അകലെയാണ് കിണറുള്ളത്. കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിലാണ് കാട്ടുപന്നി അകപ്പെട്ടത്. ഈ കിണറ്റിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്തായിരുന്നു കുടുംബം ശുദ്ധജലം ഉപയോഗിച്ചിരുന്നത്. കിണറ്റിൽ വീണ കാട്ടുപന്നി മോട്ടോറുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിരുന്ന സാധന സാമഗ്രികൾ നശിപ്പിച്ചു. കിണറ്റിൽ അകപ്പെട്ട പന്നി തനിയെ രക്ഷപ്പെടാനുള്ള ശ്രമവും നടത്തിയിരുന്നു. മാങ്കുളം സുകുമാരൻ കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ NHM ഹോമിയോ ആശുപത്രിയിൽ ഇനിയും വൈദ്യുതി കണക്ഷൻ എത്തിയിട്ടില്ല. ആശുപത്രി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു. വൈദ്യുതി കണക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല, വയറിംഗ് ജോലികൾ പോലും നടത്തിയിട്ടില്ല. കല്ലാർ മാങ്കുളം റോഡിനോരത്ത് മാങ്കുളം സുകുമാരൻ കടയ്ക്ക് സമീപമാണ് ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ഒരു ഡോക്ടർ ഉൾപ്പെടെ 2 ജീവനക്കാർ ആശുപത്രിയിലുണ്ട്.
പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് രോഗികൾ ചികിത്സ തേടിയും ഇവിടെ എത്തുന്നു. എന്നാൽ ആശുപത്രിയിൽ ഇനിയും വൈദ്യുതി കണക്ഷൻ ലഭ്യമായിട്ടില്ല. ആശുപത്രി ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. വൈദ്യുതി കണക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല, വയറിംഗ് ജോലികൾ പോലും നടത്തിയിട്ടില്ല. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മാങ്കുളം പഞ്ചായത്തിലെ ഹോമിയോ ആശുപത്രിക്ക് ഇപ്പോഴും വൈദ്യുതി കിട്ടിയിട്ടില്ല. വൈദ്യുതി എത്രയും അടിയന്തരമായിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഹോമിയോ ആശുപത്രിക്കുണ്ട്. ഈ പല മരുന്നുകളും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് രോഗികൾക്ക് കൊടുക്കുകയും അതുപോലെ മഴക്കാലമായിരുന്നാൽ ഇരുട്ടാണ് ഈ ഹോമിയോ ആശുപത്രിക്കുള്ളിൽ. ഡോക്ടർക്ക് നന്നായിട്ട് കാണാൻ പോലും സാധിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഹോമിയോ ആശുപത്രിക്ക് വൈദ്യുതി നൽകണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം. 2 നിലകളിലായാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ആദ്യം ഒരു നിലയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് രണ്ടാമതൊരു നില കൂടി ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചു. 2 നിലകളുടെയും വയറിംഗ് ജോലികൾ നടത്തേണ്ടതായുണ്ട്. ആവശ്യഘട്ടത്തിൽ എമർജൻസി ലാമ്പിന്റെ വെളിച്ചമാണ് ജീവനക്കാർക്കും രോഗികൾക്കുമൊക്കെ ആശ്രയം. പകൽ സമയത്തെ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ജീവനക്കാർക്കും രോഗികൾക്കുമൊന്നും യാതൊരു രക്ഷയുമില്ല. മഴക്കാലമാകുന്നതോടെ പകൽ സമയത്തും കെട്ടിടത്തിനുള്ളിൽ ഇരുട്ട് പരക്കും. വൈദ്യുതി ഇല്ലാത്തതിനാൽ കമ്പ്യൂട്ടറോ അനുബന്ധ ഉപകരണങ്ങളോ ഒന്നും ആശുപത്രിയിൽ ഇല്ല. പ്രവർത്തനം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിട്ട ആശുപത്രിയിൽ വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. ബസ് സൗഹൃദം വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിലെ ബസ് തൊഴിലാളികളുടെ സംഗമം 28 രാവിലെ 10 കട്ടപ്പന മാസ് ഓഡിറ്റോറിയത്തിൽ നടക്കും. കുടിയേറ്റ കാലം മുതൽ ഹൈറേഞ്ചിന്റെ പൊതുഗതാഗത രംഗത്തെ നെടുംതൂണായ സ്വകാര്യ ബസ് മേഖലയുടെ ചരിത്രത്തിന്റെ ഭാഗമായ തൊഴിലാളികൾ ഉൾപ്പെടെ 3 തലമുറകൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വന്തം തൊഴിൽ കൊണ്ട് ആയുസിന്റെ സിംഹഭാഗവും സമൂഹത്തിന് സേവനം ചെയ്തിട്ടും അവഗണന മാത്രം തിരികെ കിട്ടിയ ബസ് തൊഴിലാളികൾ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സുഖദുഃഖങ്ങളും പങ്കുവയ്ക്കാനും പരസ്പരം കൈത്താങ്ങാകുവാനും വേണ്ടിയാണ് ബസ് സൗഹൃദം വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ഒത്തുകൂടുന്നത്. 450 അംഗങ്ങളുള്ള തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ ബസ് മേഖലയിൽ കേരളത്തിൽ തന്നെ ആദ്യത്തേതാണ്. നമ്മുടെ ഈ സ്വകാര്യ ബസ് മേഖലയിൽ, അതായത് നമ്മുടെ കുടിയേറ്റ കാലഘട്ടം മുതൽ ഈ ബസ് മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. അതായത് പണ്ട് നമുക്കറിയാം, പണ്ടൊക്കെയുള്ള ബസ്സിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വഴിയിൽ വണ്ടി നിർത്തി തണുപ്പിച്ച് അങ്ങനെയൊക്കെ പോലൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തുടങ്ങി ഇന്നിപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഈ മേഖലയിൽ നിന്ന് മാറിപ്പോയ ആളുകൾ. അപ്പോൾ ഞങ്ങളൊരു ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്ത് ഈ ചുരുങ്ങിയ ഒരു മാസം കൊണ്ട് 450 പേരുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. എല്ലാവരെയും നേരിൽ കാണാൻ കഴിയുന്നവരെ പോയി കണ്ടു, വിളിച്ചു പറയാൻ കഴിയുന്നവരെ കണ്ടു. അപ്പോൾ ഒരു തലമുറയും അതിനിടയ്ക്ക് ഈ ഫീൽഡിലുണ്ടായിരുന്ന ഒരു തലമുറയും ഇന്നിപ്പോൾ ഈ ബസ് സർവീസിൽ നിലവിൽ തുടർന്നു പോകുന്ന തലമുറയും, അങ്ങനെ 3 തലമുറകളുടെ സംഗമം. അതിനുവേണ്ടി നമ്മൾ പ്രത്യേക സംഘടനയൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ബസ് സൗഹൃദം കട്ടപ്പന എന്ന വാട്സാപ്പ് ഗ്രൂപ്പാണ്. ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഒന്ന് കൂട്ടി യോജിപ്പിക്കുവാനും ഈ 400-450 പേരുള്ളവർ പരസ്പരം ഒരു കൈത്താങ്ങാകുവാനും നാളുകളിൽ ഒരു ട്രസ്റ്റ് പോലെ, ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ രൂപീകരിച്ചുകൊണ്ട് അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനും അതുപോലെ ഈ അംഗങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷകരമായ കാര്യങ്ങൾ ചേർന്ന് നയിക്കുവാനുള്ള ഒരു ഉദ്ദേശമാണ് ഇതിലേക്ക് നയിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനുള്ളൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടോ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും ഇതിനില്ല. ഇത് ഒരു തികച്ചും സ്വതന്ത്രമായി അംഗങ്ങൾ എല്ലാവരും കൂടി ഇതിൻ്റെ ഭാഗവാക്കാക്കിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വാട്സാപ്പ് കൂട്ടായ്മയാണ്. നാളെ ഈ സംഗമം ശേഷം അവിടെ വെച്ച് ഇതിൻ്റെ ഭാവിയുടെ രൂപം കൊടുക്കാനാണ് തീരുമാനിക്കുന്നത്. ജാതി, മത, രാഷ്ട്രീയ, യൂണിയൻ പരിഗണനകളൊന്നുമില്ലാതെയാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം. ജീവിത പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നവരെയും രോഗവും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടുന്നവരെയും സഹായിക്കുവാനും അംഗങ്ങളുടെ കുടുംബങ്ങളിലെ മംഗളകർമ്മങ്ങളിലും മറ്റും സഹകരിക്കുവാനും ലക്ഷ്യമിട്ടാണ് ബസ് സൗഹൃദം കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകനും കവിയും പ്രഭാഷകനുമായ ആന്റണി മുനിയറ ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ പ്രസാദ് വിലങ്ങുപാറ, ശ്രീകാന്ത് രവീന്ദ്രൻ, സി മോൻസി, മധുസൂദനൻ നായർ, ടി കെ മോഹനൻ, എം കെ, സാംസി ഉദുപ്, രാജേഷ് കുട്ടിമാളു, അഖിൽ സി രവി, അനീഷ് കെ കെ, അജിമോൻ വി എസ്, ബിജു പി വി, രഞ്ജിത്ത് പി ടി, ഷിബു ജോർജ്, മനുപ്രസാദ് പി ആർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വണ്ടൻമേട് പഴയ കൊച്ചറിയിൽ ഫാദർ ഡോക്ടർ ജോസഫ് കോണിക്കാട്ടിലിന്റെ പൗരോഹിത്യ സിൽവർ ജൂബിലി ആഘോഷം നടന്നു. ചെറുപുഷ്പം സഭ മുൻ ജനറൽ ഫാദർ ജോസഫ് ചാത്തനാട്ട് മുഖ്യ അതിഥിയായിരുന്നു. കൊച്ചറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഫാദർ ജോസഫ് കോണിക്കാട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെയാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച്
ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. 1999 വൈദിക പഠനം ആരംഭിച്ച ഫാദർ ജോസഫ് വിവിധയിടങ്ങളിലെ സേവനങ്ങൾക്ക് ശേഷം നിലവിൽ അമേരിക്കയിലെ വീലിംഗ് രൂപതയിലാണ് വൈദിക ശുശ്രൂഷ ചെയ്തു വരുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ ഫാദർ ജോസഫ് ചാത്തനാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. വളരെ അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ജൂബിലി ആഘോഷിക്കുന്നതായ ഒരു വൈദികൻ്റെ ജീവചരിത്രം നമ്മളെല്ലാവരും ആദ്യം കേൾക്കുന്നതാണ്. സെമിനാരിയിൽ ചേർന്ന് ടോയ്ലറ്റ് കഴിയുകയും ഗോതമ്പുണ്ടായിട്ട് ജീവിച്ചതായ അച്ഛൻ ഇത്രയും ഭംഗിയായ ഒരു സേവന രംഗത്തേക്ക് കടന്നു വന്നതിൻ്റെ എനിക്ക് യാതൊരു അതിശയവുമില്ല. കാരണം എനിക്ക് അച്ഛന് 2 കൊല്ലത്തെ പരിചയമുള്ളൂ എന്ന് വരികയിലും വിത്ത് ഗുണം 10 ഗുണം എന്ന് കണ്ടിട്ടുണ്ട്. ഇരിക്കുന്നതായ കോണിക്കാടിലെ കുഞ്ഞേട്ടൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ വളരെ അടുത്തറിയുവാനായിട്ട് എനിക്കന്ന് സാധിച്ചു. അച്ഛൻ എൻ്റെ കൂടെ കുഞ്ഞേട്ടൻ കൈകാരനായിരുന്നു. സുവിശേഷത്തിൽ പറയുന്നതായ നത്താലിനെ പോലെ നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽക്കാരൻ. ആ ഗുണം എത്ര ശരി കിട്ടും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് അച്ഛൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയുമൊക്കെ ഞാൻ മാത്രമല്ല നിങ്ങളെ കേൾക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ വേറൊരാളെ പ്രസംഗിക്കാൻ ഏൽപ്പിക്കാതെ ആത്മകഥ വിവരിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇത് വെടിയുണ്ട കയറാത്ത ശരീരമാണ്, കൊന്ത പിടിക്കുന്നതായ ശക്തിയാണെന്നൊക്കെ ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഇടവക വികാരി ഫാദർ തോമസ് മുണ്ടാട്ട് ഫാദർ ജോസഫ് കോണിക്കാട്ടിലിനെ അനുമോദിച്ചു. തുടർന്ന് മാതാപിതാക്കളായ മാത്യു കോണിക്കാട്ട്, എലിക്കുട്ടി എന്നിവർ കേക്ക് മുറിക്കുകയും ഫാദർ ജോസഫ് കോണിക്കാട്ടിലിനെ പൊന്നാട അണിയിക്കുകയും ചെയ്തു. ഫാദർ ജോണി പുതിയപറമ്പിൽ, സിസ്റ്റർ ടിൻസി മരിയ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ കിഴക്കേ മാട്ടുക്കിട്ട ഇല്ലത്തുപടി പാലത്തിന്റെ കൽക്കെട്ടുകൾ തകർന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ബലപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് പാലത്തിന്റെ കൽക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങളായി ഇളകിക്കിടക്കുന്ന പാലത്തിന്റെ കൽക്കെട്ടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കുന്നതിനു വേണ്ട യാതൊരു നടപടിയും ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. നിരവധി ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. അതിൻ്റെ കൽക്കെട്ടെന്ന് പറയുന്നത് പല പ്രാവശ്യം പറയും എടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടാണ്. അതിൻ്റെ കൽക്കെട്ട് മുഴുവൻ തീർത്ത് പോയി ഇരിക്കുവാണ്. ഈ വേനൽക്ക് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ അത് പരിച്ഛേദം അത് പോകും. അതാ ഒരു സ്റ്റേ കമ്പി അല്ല ഇപ്പോൾ അത് നിൽക്കുന്നത്. ഇപ്പം മേളിൽ നിന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എല്ലാം റെഡിയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതൊന്ന് നോക്കണം. നിരവധി ആൾക്കാർ, പിള്ളേരും സ്കൂൾ പിള്ളേരും എല്ലാവരും പോകുന്നതാണ്. ഇതിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ കാശ് ഉണ്ടാക്കുന്നതിനെ കഴിഞ്ഞും എളുപ്പമാണ്. ഇപ്പോൾ ഈ വേനൽക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ഒരു വെള്ളം കൂടെ കയറി വന്നു കഴിഞ്ഞാൽ അന്നൊന്നും ഒരു ശകലം പോലും നടക്കത്തില്ലായിരുന്നു. അത്രയും ചെയ്തുകൊണ്ട് ഇപ്പം മേൽക്കൂടി ഇത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അത് അത്രയും ചെയ്തത് കൊണ്ട് മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്നുവെച്ചാൽ അതിൻ്റെ മണ്ട അതുപോലെ പോയി കിടക്കുമായിരുന്നു. കിഴക്കേ മാട്ടുകെട്ട, ആരാച്ചേരിപ്പടി, പടുക, വിൽസൺകട തുടങ്ങിയ മേഖലകളിലേക്ക് ഈ പാലം വഴിയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. പാലത്തിന്റെ കൽക്കെട്ടുകൾ ഇടിഞ്ഞ വൈദ്യുതി സ്റ്റേ കമ്പിയിൽ തട്ടി നിൽക്കുന്നതിനാലാണ് പാലത്തിന്റെ കൽക്കെട്ടുകൾ പൂർണ്ണമായും നിലം പൊത്താതെയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് 4 ലക്ഷം രൂപ മെയിൻ്റനൻസിനായി അനുവദിച്ചിരുന്നു. എന്നാൽ ഇത് നടത്താതെ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എത്രയും വേഗം പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് ആവശ്യം. മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവ് നിവർത്തുന്ന ജോലികൾ തുടങ്ങി. കല്ലാർ മുതൽ ആനക്കുളം വരെയുള്ള റോഡിൽ ഏറ്റവും അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് പേമരം വളവ്. ഈ വളവിലെ അപകട സാധ്യത കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മണ്ണ് നീക്കി വീതി വർദ്ധിപ്പിച്ച് വളവ് നിവർത്തുന്ന ജോലികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിനോടകം നിരവധി വാഹനാപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള പ്രദേശമാണ് മാങ്കുളം ആനക്കുളം റോഡിലെ പേമരം വളവ്. വളവിലെ അപകട സാധ്യത കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വളവ് നിവർത്തുന്ന ജോലികൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുമ്പ് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാതയോരത്തെ കൊക്കയിൽ പതിക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു.
പേമരം വളവിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാര സംഘം സഞ്ചരിച്ചിരുന്ന ട്രാവലർ നിയന്ത്രണം നഷ്ടപ്പെട്ട് കൊക്കയിലേക്ക് പതിക്കുകയും കൈക്കുഞ്ഞടക്കം 4 പേർ മരിക്കുകയും ചെയ്തത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. ഇതോടെയായിരുന്നു സുരക്ഷയ്ക്കായി പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്രാഷ് ബാരിയറുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷ ഉറപ്പാക്കാൻ മതിയാകില്ലെന്നും വളവ് നിവർത്തണമെന്നുമുള്ള ആവശ്യം ശക്തമായത്. ഇറക്കവും കൊടും വളവും നിറഞ്ഞ ഭാഗമാണ് പേമരം വളവ്. ആദ്യമായി എത്തുന്നവർക്ക് റോഡിന്റെ ദിശ പെട്ടെന്ന് മനസ്സിലാകില്ല. ഈ സാഹചര്യത്തിലാണ് വാഹനം ഓടിക്കുന്നവർക്ക് റോഡിന്റെ ദിശ മനസ്സിലാകും വിധം വളവ് അവസാനിക്കുന്ന ഭാഗത്ത് പാതയോരത്തുണ്ടായിരുന്ന മൺതിട്ട നീക്കിയുള്ള നിർമ്മാണ ജോലികൾ നടത്തുന്നത്. മണ്ണ് നീക്കി വളവ് നിവരുകയും വീതി വർദ്ധിക്കുകയും ചെയ്യുന്നതോടെ റോഡിന്റെ ദിശ പെട്ടെന്ന് മനസ്സിലാക്കുകയും അപകടം കുറയ്ക്കാൻ ഇത് സഹായകരമാകുമെന്നുമാണ് പ്രതീക്ഷ. കാഞ്ചിയാർ പെരിയോൻ കവലയ്ക്കും സ്വരാജിനുമിടയിൽ അപകടക്കണി ഉയർത്തി കുഴൽക്കിണർ. റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കുഴൽക്കിണറിന്റെ ലിവറുകൾ ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രികരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. കട്ടപ്പന-കുട്ടിക്കാനം സംസ്ഥാന പാതയിലാണ് അപകടക്കണി ഒരുക്കി കുഴൽക്കിണർ സ്ഥിതി ചെയ്യുന്നത്. പെരിയോൻ കവലയ്ക്കും സ്വരാജിനുമിടയിലെ കൊടും വളവിനോട് ചേർന്നാണ് കുഴൽക്കിണറിന്റെ ലിവറുകൾ റോഡിലേക്ക് നീണ്ടു നിൽക്കുന്നത്. കുഴൽക്കിണർ ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ ഇതിൽ തട്ടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുഴൽക്കിണറായിരുന്നു. വഴിയുടെ വീതിയെല്ലാം കൂട്ടി വന്നപ്പോൾ അത് റോഡിനോട് ചേർന്ന് ടാറിങ് എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യഘട്ട ടാറിങ് പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ അത് റോഡിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അതിൻ്റെ ഹാൻഡിൽ റോഡിലേക്ക് നീങ്ങി നിൽക്കുന്നതുകൊണ്ട് അത് ബൈക്ക് യാത്രക്കാർക്കടക്കം വളരെ ഭീഷണി ഉയർത്തുന്നുണ്ട്. അപകട സാധ്യതയുണ്ട്. ആ അപകട സാധ്യത മുൻനിർത്തി അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഹാൻഡിലെങ്കിലും മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ ഇത് വളരെ ഒരു അപകടത്തിലേക്ക് ചെന്നെത്തി. അതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നൂറുകണക്കിന് വാഹനങ്ങൾ ഓരോ ദിവസവും കടന്നുപോകുന്ന പാത കൂടിയാണിത്. ഇരുചക്ര വാഹന യാത്രികർക്കാണ് ഇത് കൂടുതൽ അപകട ഭീഷണി ഉയർത്തുക. എത്രയും വേഗം ബന്ധപ്പെട്ട അധികൃതർ ഇടപെട്ട് കുഴൽക്കിണറിന്റെ ലിവറുകളുടെ ദിശ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പന BRCയുടെ നേതൃത്വത്തിൽ തടിയമ്പാട് പാസ്റ്ററൽ സെന്ററിൽ വെച്ച് ഡ്രാമ തെറാപ്പിക്ക് തുടക്കമായി. സമഗ്ര ശിക്ഷാ കേരളം ഭിന്നശേഷി കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് നടപ്പാക്കുന്ന നൂതന പദ്ധതിയാണ് ഡ്രാമ തെറാപ്പി. കഥകളിലൂടെയും കളികളിലൂടെയും പ്രവർത്തനങ്ങൾ നൽകി ഭിന്നശേഷി കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് അവരെ സമൂഹത്തിന്റെ ഭാഗമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ 50ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു പോൾ ത്രിദിന സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പിന്നെ ആ കാര്യത്തെ കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല എന്നാണ്. നിരവധിയായിട്ടുള്ള പ്രസംഗങ്ങൾ, നിരവധിയായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള സുഗമമായിട്ട് വളരെ കൂടുതലായിട്ട് സംസാരിക്കാൻ കഴിയാതിരുന്ന രാഷ്ട്രീയ നേതാവ്. അപ്പോൾ ഒരു കാര്യത്തിന് തടസ്സമല്ല. ഉദ്ഘാടന യോഗത്തിൽ കട്ടപ്പന BRC BPC ഷാജിമോൻ KR അധ്യക്ഷനായിരുന്നു. ഫാദർ ജോബിൻ പ്ലാച്ചിരിപ്പുറത്ത്, BRC ട്രെയിനർ ഗിരിജാകുമാരി NV, വിദ്യാഭ്യാസ കോർഡിനേറ്റർ അജിത് മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വേനൽ രൂക്ഷമായി കടുത്ത ജലക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം വണ്ടിപ്പെരിയാറിൽ കുടിവെള്ളം പാഴാവുന്നത് തുടർക്കഥയാകുന്നു. വണ്ടിപ്പെരിയാർ പഴയ പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ലൈനുകൾ പൊട്ടിയാണ് കുടിവെള്ളം പാഴാകുന്നത്. ജില്ലയിലെ എല്ലായിടത്തും കനത്ത ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം വണ്ടിപ്പെരിയാറിൽ കുടിവെള്ളം പാഴാകുന്നത്. വണ്ടിപ്പെരിയാർ പഴയ പാലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനുകൾ പൊട്ടിയതാണ് കുടിവെള്ളം പാഴാകാൻ കാരണം. ഇത്തരത്തിൽ മേഖലയിൽ കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് 6 മാസത്തോളമായി. നിരവധി തവണ വിഷയം വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ലെന്നാണ് പരാതി.
വേനൽ കടുത്ത സാഹചര്യത്തിൽ വണ്ടിപ്പെരിയാറിന്റെ വിവിധ മേഖലകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. പലയിടങ്ങളിലും കുടിവെള്ളം ടാങ്കുകളിൽ എത്തിച്ചു നൽകുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജല അതോറിറ്റി ഇത്തരത്തിൽ കുടിവെള്ളം പാഴാക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ കാർഡമം ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 100, വിൽപ്പനയ്ക്ക് വന്നത് 19,725, വിൽപ്പന നടന്നത് 19,725. കൂടിയ വില 3013, ശരാശരി വില 2099. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 2000, ഏലം ശരാശരി വില 1600. കാപ്പിപ്പരിപ്പ് 335, ഗ്രാമ്പു 925, കൊക്കോ 240, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6685 രൂപ, വെള്ളി 87. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇത്തവണ പോളിംഗ് കുറഞ്ഞെങ്കിലും ആത്മവിശ്വാസത്തിൽ ഇടുക്കിയിലെ സ്ഥാനാർത്ഥികൾ. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മികച്ച പോളിംഗ് നടന്നത് വിജയത്തെ സ്വാധീനിക്കുമെന്ന പ്രതീക്ഷയിൽ ഇടതുപക്ഷം. അതേസമയം കള്ളവോട്ട് ചെയ്ത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ CPM ശ്രമിച്ചതായി കോൺഗ്രസ് ആരോപണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ട് നടത്തിയിട്ടുണ്ടെന്ന് BJP ജില്ലാ നേതൃത്വം. കള്ളവോട്ട് എന്നത് CPM നാളുകളായി അനുവർത്തിച്ചു പോരുന്നതാണ്. ലോക്കൽ സെക്രട്ടറി തന്നെ കള്ളവോട്ടിൽ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ നിരവധി കള്ളവോട്ടുകൾ ജില്ലയിൽ നടന്നിട്ടുണ്ടെന്നും ആരോപണം. ബന്ധുവായ രോഗിക്ക് മരുന്ന് വാങ്ങി ഇരുചക്ര വാഹനത്തിൽ മടങ്ങി വരുന്ന വഴിയിൽ കാട്ടാനകളുടെ മുന്നിൽ അകപ്പെട്ടവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടത് വണ്ടിപ്പെരിയാർ സത്രം കോളനിയിൽ താമസക്കാരായ വർഗീസ്, അയ്യപ്പൻ എന്നിവർ. അടിമാലി കുരങ്ങാട്ടിയിൽ കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. മാങ്കുളം സുകുമാരൻ കടയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ NHM ഹോമിയോ ആശുപത്രിയിൽ ഇനിയും വൈദ്യുതിയില്ല. ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടു. വൈദ്യുതി കണക്ഷൻ ഇല്ല എന്ന് മാത്രമല്ല, വയറിംഗ് ജോലികളും നടത്തിയിട്ടില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.